നിങ്ങളൊരു ഫ്ലാറ്റോ വില്ലയോ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അത് അണ്ടർ കൺസ്ട്രക്ഷൻ വേണോ അതോ റെഡി ടു ഓക്യുപ്പൈ വേണോ എന്നുള്ള കൺഫ്യൂഷനിലാണോ? എന്നാൽ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പേര് പോലെ തന്നെ അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജിലുള്ള പ്രോജക്റ്റുകളെയാണ്. അതുപോലെ തന്നെ 100% കൺസ്ട്രക്ഷൻ തീർന്ന പ്രോജക്റ്റിനെയാണ് നമ്മൾ റെഡി ടു ഓക്യുപ്പൈ എന്ന് പറയുന്നത്. മറ്റു ചില വ്യത്യാസങ്ങൾ കൂടിയുണ്ട്, അതെന്താണെന്ന് നോക്കാം. ആദ്യമായി ഒക്യുപ്പൻസി ആൻഡ് ഡെലിവറി ടൈം. അതായത് നിങ്ങളൊരു അണ്ടർ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വലുപ്പം അനുസരിച്ച് 1 മുതൽ 4 വർഷം വരെ നിങ്ങൾക്ക് അതിനെ ഡെലിവറിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരാം. അതേസമയം നിങ്ങൾ ഒരു റെഡി ടു ഓക്യുപ്പൈ പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ അത് 100% കംപ്ലീറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അത് നിങ്ങൾക്ക് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ നിങ്ങളൊരു അണ്ടർ കൺസ്ട്രക്ഷൻ പ്രോപ്പർട്ടിയാണ് എടുക്കുന്നതെങ്കിൽ കൺസ്ട്രക്ഷൻ പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് പാർട്ട് ബൈ പാർട്ടായിട്ട് പേയ്മെൻറ്റ് പേ ചെയ്താൽ മതിയാകും. അതേസമയം നിങ്ങളൊരു റെഡി ടു ഓക്യുപ്പൈ പ്രോജക്റ്റാണ് എടുക്കുന്നതെങ്കിൽ പേയ്മെൻറ്റ് സിംഗിൾ ടൈമിൽ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് നിങ്ങൾക്ക് മാക്സിമം ഒരു 30 to 45 ഡേയ്സ് ആണ് ദൈർഘ്യം ഉണ്ടാവുകയുള്ളൂ. ടാക്സസ് അഥവാ GST. നിങ്ങളൊരു റെഡി ടു ഓക്യുപ്പൈ പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന് GST ആപ്ലിക്കബിൾ ആയിരിക്കില്ല. അതേസമയം ഒരു അണ്ടർ കൺസ്ട്രക്ഷൻ പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന് 5% GST ആപ്ലിക്കബിൾ ആയിരിക്കും. അടുത്തതായി റെൻറ്റിംഗ്. നിങ്ങളൊരു അണ്ടർ കൺസ്ട്രക്ഷൻ പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കംപ്ലീഷൻ വരെ വെയിറ്റ് ചെയ്താൽ മാത്രമാണ് അത് നിങ്ങൾക്ക് റെൻ്റൽ പർപ്പസിനായിട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതേസമയം ഒരു റെഡി ടു ഓക്യുപ്പൈ പ്രോജക്റ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അത് നിങ്ങൾക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ കേട്ടതാണ് ഒരു അണ്ടർ കൺസ്ട്രക്ഷനും റെഡി ടു ഓക്യുപ്പൈ പ്രോജക്റ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇതനുസരിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി തിരഞ്ഞെടുക്കാവുന്നതാണ്. താങ്ക് യു.